ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലാണ്, അഥവാ കോവളം ലൈറ്റ് ഹൗസ്. ഇവിടെ വരാനായിട്ട് ഒന്നുകിൽ കോവളത്ത് വന്നിട്ട് നമ്മൾ ഹൗവ ബീച്ച് വഴി ലൈറ്റ് ഹൗസിൽ വരണം, ഇല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് ബീച്ചിൽ വന്നിട്ട് നേരെ നമ്മൾ സാഗര റിസോർട്ടിൻ്റെ വഴി ഏറ്റവും എൻഡിൽ വരുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഇരിക്കുന്നത്. കോവളം ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 18-19 നൂറ്റാണ്ടിൽ നമ്മുടെ ചരക്ക് കപ്പൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അന്ന് സിമ്പിളായിട്ട് ഒരു കറുത്ത കൊടി കെട്ടിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. 1960s അല്ലെങ്കിൽ 70s ആയപ്പോഴാണ് ലൈറ്റ് ഹൗസ് എന്ന ഈ ബിൽഡിംഗ് ഇവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിഴിഞ്ഞം ഷിപ്പ് യാർഡ് കാണാം. ആ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. ഇവിടെ എല്ലാം കുറച്ച് നാൾ മുന്നേ വരെ ഇത് ചല്ലിയായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ഇൻ്റർലോക്ക് ചെയ്തു അടിപൊളിയാക്കി നല്ല ആംബിയൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് ഒരു ടിക്കറ്റിന്. കിഡ്സിന് ആണെങ്കിൽ 10 രൂപ. നമ്മൾ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ 20 രൂപയുടെ കൊടുക്കണം. പിന്നെ ബൈക്ക് പാർക്കിംഗ് 10 രൂപ, കാറാണെങ്കിൽ 20 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ താരിഫ് വരുന്നത്. രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ഓപ്പൺ ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2:30 മുതൽ 5 മണി വരെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഓപ്പൺ ആയിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും. ഏകദേശം 118 അടി ഫീറ്റോളം ഹൈറ്റാണ് നമ്മുടെ ലൈറ്റ് ഹൗസിനുള്ളത്. ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസ് ഇവിടെ. എല്ലാവരും ചപ്പലൊക്കെ ഊരി, സ്ലിപ്പറി വാണിംഗ് ഉണ്ട്, അതുകൊണ്ട് ചെരുപ്പിടാൻ പാടില്ല. നമ്മളകത്തോട്ട് കയറുവാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റും കൺസ്ട്രക്ഷൻ ചെയ്ത എന്നാണെന്നെല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ സ്റ്റെപ്പ് കയറണം, ഇല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ലിഫ്റ്റിലും മാക്സിമം 4 പേരേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പ് കയറിയാണ് ഏറ്റവും മുകളിലോട്ട് കയറുന്നത്. നമുക്ക് വിൻഡോ ഉണ്ട്. സൈഡ് വിൻഡോസിൽ കൂടെ നോക്കുമ്പോൾ ബീച്ചിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് കാണാൻ പറ്റും. നമുക്ക് മനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. വീണ്ടും സ്റ്റെപ്പ് കയറുക. അത്യാവശ്യം സ്റ്റെപ്പുണ്ട്, കാരണം 118 അടി എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണ് ടവർ ഇരിക്കുന്നത്. സ്റ്റെപ്പ് ഏകദേശം മുകളിലെത്തപ്പോൾ പിന്നെ കുത്തനെ ഉള്ളൊരു സ്റ്റെപ്പാണ്. പ്രായം ചെന്നവർക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കുത്തനെയുള്ള സ്റ്റെപ്പാണ്. സ്റ്റാഫ് ഒരാൾ മുകളിലും താഴെയും നിൽപ്പുണ്ട്. വൈഡ് ആംഗിൾ വ്യൂവിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസ് കാണുന്നത്. താഴേക്ക് നോക്കുമ്പോഴും കാണാം നമുക്ക്. ഇവിടെ നിന്ന് നമ്മുടെ പോർട്ട്, വിഴിഞ്ഞം പോർട്ട് അടിപൊളിയാ വ്യൂ മുഴുവനായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സൗത്ത് ട്രിവാൻഡ്രം ഹോട്ടൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ടൂറിസ്റ്റേഴ്സ് രാവിലെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് കാണാം. നേരെ കാണുന്ന വിഴിഞ്ഞം പോർട്ട്. ഇത് നമ്മുടെ റിസോർട്ട്സൊക്കെയാണ്. ഭയങ്കര ആംബിയൻസാണ് സത്യം പറഞ്ഞാൽ. ട്രിവാൻഡ്രത്തുള്ളവർ പോലും ഒരുപാട് ആൾക്കാർ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല ഇപ്പോഴും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും പറയും കയറാൻ നമുക്ക് പോകുമ്പോൾ എന്നെ വിളിക്കണമെന്നൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഓടി ഞാൻ ഇങ്ങ് വന്നായിരുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക.